ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ എക്സസൈസിനെ കുറിച്ചാണ് പറയാൻ പോണത്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, എക്സസൈസ് നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും എക്സസൈസ് ഇഷ്ടമാണ്, മോസ്റ്റ്ലി എല്ലാവർക്കും എക്സസൈസ് ഇഷ്ടമാണ്. ബട്ട് മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മടിയാണ് നമുക്ക് എക്സസൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കും മടിയുണ്ട് കേട്ടോ. ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ എക്സസൈസസ് റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ല മടിയുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മടി വരുന്നത് നമുക്കൊരു ഗോൾ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് നേരത്തെ ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഗോൾ ഉണ്ടായിരുന്നു, ഈ വീട്ടിലേക്ക് എനിക്ക് എത്തണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു എനിക്ക് ഒട്ടും മടിയില്ലാതെ തന്നെ ചെയ്യാനായിട്ട് പറ്റിയിരുന്നു. ബട്ട് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പെർട്ടിക്കുലർ ഗോളില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഗോൾ സെറ്റ് ചെയ്യുക. നമുക്ക് എന്താണ് വേണ്ടത്? ഇപ്പോൾ ഒരു ഡ്രസ്സ്, നമുക്ക് ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് ഫിറ്റ് ആവണല്ലോ, ഇപ്പോൾ ഇടാൻ പറ്റണില്ല, ടൈറ്റാണ്. അപ്പോൾ അത് ഇടാനായിട്ടുള്ള ഒരു ഗോളായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫങ്ഷൻ വരുന്നുണ്ട്, എന്തെങ്കിലും കല്യാണമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫങ്ഷൻ വരുന്നുണ്ട്, നമുക്ക് നല്ലൊരു ഡ്രസ്സ് ഇടണമെങ്കിൽ വെയിറ്റ് കുറച്ചേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഗോൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട് നല്ലത് ഒരു ഇൻസ്പിറേഷൻ ബോർഡ് പോലെ, അതിപ്പോൾ ചാർട്ട് പേപ്പറിലോ അല്ലെങ്കിൽ മറ്റേ വൈറ്റ് ബോർഡ് അല്ലെങ്കിൽ ചോക്ക് ബോർഡിൽ നല്ല ഭംഗിയിൽ പ്രസൻറ്റബിളായിട്ട് ഒരു ഇൻസ്പിറേഷൻ ബോർഡ് ഉണ്ടാക്കുക. ഇൻസ്പിറേഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇൻസ്പിറേഷൻ, അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഇൻസ്പയർഡ് ആവണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്, മടി കൂടാതെ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിന്നിവിടെ ഞാൻ ചെയ്തിരുന്ന കുറച്ച് എക്സസൈസസും സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത എക്സസൈസസും പിന്നെ ഞാൻ എങ്ങനെ കണ്ടിന്യൂ ചെയ്തു വന്നതാണ് പറയാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് തന്നെ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറിക്ക് ശേഷം ഇപ്പോൾ നോർമൽ ഡെലിവറിക്കുള്ള റിക്കവറി ടൈമും സിസേറിയനുള്ള ടൈമും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നോർമലിന് എനിക്ക് തോന്നുന്നു 1 മന്ത്, മോസ്റ്റ്ലി 1 മന്ത് മതിയാവും തോന്നുന്നു. ബട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസേറിയന് എനിക്ക് 3 മന്ത്സ് ആണ് പറഞ്ഞിരുന്ന ഡോക്ടർ. ബട്ട് ഓരോരുത്തർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും റിക്കവറി ടൈം. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള വർക്കൗട്ട്സ് ഒന്നും ചെയ്യാതിരിക്കുക. ആദ്യം തന്നെ പതുക്കെ സ്ലോലി ചെറിയ എക്സസൈസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ടൈം എടുക്കും, ബട്ട് അതാണ് നല്ലത്, നിങ്ങളുടെ ബോഡിക്ക് അതാണ് നല്ലത്. ചെറിയ എക്സസൈസ് ചെയ്യുന്നു, അറിയാലോ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ സ്ലോ എക്സസൈസിൽ നിന്ന്, മൈൽഡായിട്ടുള്ള എക്സസൈസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ എന്താ പറയുക, ബോഡി കേപ്പബിൾ ആണ് എന്ന് മനസ്സിലാക്കിയ ശേഷം നമ്മൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ ജിമ്മിൽ പോവാതെയാണ് വെയിറ്റ് കുറച്ചത്. അപ്പോൾ എനിക്ക് ആദ്യം ഡോക്ടർ ഒരു സെറ്റ് ഓഫ് എക്സസൈസ് തന്നിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ എല്ലാം ഒന്നും ഓർമ്മയില്ല, ബട്ട് എനിക്ക് മോസ്റ്റ്ലി കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ അതിന് കൂടെ ഞാൻ സൂര്യ നമസ്കാരവും ചെയ്തിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ നമുക്ക് കാണാൻ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഏതൊക്കെയാണ് എക്സസൈസ് ചെയ്തിരുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുകയാണ്, ഞാനൊരു വർക്കൗട്ട് എക്സ്പേർട്ടൊന്നുമല്ല. ഞാൻ ചെയ്തിരുന്ന സിമ്പിൾ എക്സസൈസാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ജമ്പിങ് ജാക്സ് ആണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ജമ്പിങ് ജാക്സിൻ്റെ മോഡിഫൈഡ് വേർഷനാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 1 വീക്ക് മറ്റേ മോഡിഫൈഡ് വേർഷൻ ചെയ്തിട്ട് പിന്നെ കംഫർട്ടബിൾ ആവുമ്പോൾ ഒറിജിനൽ വേർഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സെക്കൻഡ് വൺ അബ്ഡോമിനൽ ക്രഞ്ചസ് ആണ്. അപ്പോൾ കാലിങ്ങനെ മടക്കി വെച്ചിട്ട് കൈ ബാക്കിലേക്ക് പിടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഏത് എക്സസൈസ് ആയാലും സ്റ്റാർട്ട് ചെയ്യുന്ന 1 വീക്ക് നമ്പർ ഓഫ് ടൈംസ് കൂടുതലൊന്നും ചെയ്യണ്ട. 5 അല്ലെങ്കിൽ 5 to 6 ടൈംസ് ചെയ്യുക. പിന്നെ 1 വീക്ക് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയുടെ ഇതിനനുസരിച്ച് നമ്മൾ നമ്പേഴ്സ് കൂട്ടിക്കൊടുക്കാം. പിന്നെ അടുത്ത എക്സസൈസാണ് ബൈസിക്കിൾ ക്രഞ്ചസ്. അപ്പോൾ നെക്സ്റ്റ് എക്സസൈസ് ലെഗ് ലിഫ്റ്റ്സ് ആണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഒരു ലെഗ്, താഴെയുള്ള ലെഗ് ഇതുപോലെ മടക്കി വയ്ക്കാം. പിന്നെ കൈയിലും നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത്. എന്നിട്ട് മറ്റേ ലെഗ് നമ്മളിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാം.
അതുപോലെ അപ്പുറത്തെ സൈഡിലും ചെയ്യാം. അപ്പോൾ അടുത്ത എക്സസൈസിൻ്റെ പേര് ബേർഡ് ഡോഗ് എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ കാല് മാത്രം ഒന്ന് ലിഫ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് കൈയും കാലും കൂടെ ഒരുമിച്ച് ലിഫ്റ്റ് ചെയ്യലാണ്. ഇനി നെക്സ്റ്റ് എക്സസൈസ് കാറ്റ് കോ ആണ്. അപ്പോൾ അതിന് മുകളിലേക്ക് നോക്കിയിട്ട് നല്ലോണം ബ്രീത്ത് ഇൻ ചെയ്യാം. എന്നിട്ട് വയറ് നല്ലോണം ഒട്ടിച്ചിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് ടൈമാണ് ഞാൻ എക്സസൈസ് ചെയ്യുന്ന വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഗൈസ് കുറച്ച് അപാകതകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ ഹിപ്പ് റൈസസ് ആണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് കാലിങ്ങനെ മടക്കി വയ്ക്കാം, കൈ താഴെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ബാക്ക് പോർഷൻ നമ്മൾ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ പതുക്കെ കുറച്ചും കൂടെ ഇൻറ്റൻസിറ്റി കൂട്ടി ചെയ്തു. അപ്പോൾ അത് ഞാൻ യൂട്യൂബിൽ നോക്കി തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനെനിക്ക് കുറച്ച് ചാനൽസ് എനിക്ക് ഇഷ്ടപ്പെട്ടതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഓൾട്ടർനേറ്റീവായിട്ട് ഞാനിങ്ങനെ മാറി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അപ്പോൾ ഞാൻ ആ ചാനൽസും കൂടെ കാണിച്ചു തരാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഏതൊക്കെ ചാനൽസാണെന്നും കൂടെ കാണിച്ചു തരാം. യൂട്യൂബിൽ കുറേ എക്സസൈസിൻ്റെ ചാനൽസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ എൻ്റെ ഫേവറേറ്റ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ പോപ്പ് ഷുഗർ ഫിറ്റ്നസ് ആണ്. അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സസൈസസ് ഉണ്ട്. 20 മിനിറ്റ്സ് 50 മിനിറ്റ്സ് അങ്ങനെ വെറൈറ്റി ഓഫ് എക്സസൈസസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഒരാൾ കാണിക്കുന്നതിന് ഒരാൾ മോഡിഫൈഡ് വേർഷൻ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സിന് അത് ചെയ്താലും മതി. പിന്നെ എക്വിപ്മെൻറ്റ്സ് യൂസ് ചെയ്തതുണ്ട്, ലൈക്ക് ഡംബൽ അല്ലെങ്കിൽ ചെറിയൊരു വെയിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നോ എക്വിപ്മെൻറ്റ് എക്സസൈസസും ഉണ്ട് ഇതിൽ. അപ്പോൾ നെക്സ്റ്റ് ഫേവറേറ്റ് ടോൺ ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞ സൈറ്റാണ്, ചാനലാണ്. അപ്പോൾ ഇതിനകത്ത് അത്രയും വെറൈറ്റി ഇല്ല, ബട്ട് ഇതിനകത്ത് ഉള്ള എക്സസൈസസ് എല്ലാം നല്ല എഫക്റ്റീവാണ്. പിന്നെ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ക്വിക്ക് എക്സസൈസസ് ആണ്. കൂടുതലും 15 മിനിറ്റ്സിന് താഴെയുള്ള എക്സസൈസസ് ആണ് ഉള്ളത്. പിന്നെ എനിക്കിഷ്ടമുള്ളത് ലൂസിയുടെ ചാനലാണ്. ഇതിനകത്ത് എല്ലാം ക്വിക്ക് എക്സസൈസാണ്, കൂടുതലും 7 മിനിറ്റ് എക്സസൈസാണ് കൂടുതലും ഈ ലേഡി ചെയ്യുന്നത്. നല്ലതാട്ടോ, ക്വിക്കാണെങ്കിലും കുറച്ച് നേരം ഉള്ളെങ്കിലും നല്ല എഫക്റ്റീവാണ് ഈ എക്സസൈസസ്. അപ്പോൾ എനിക്ക് യോഗ ചെയ്യാനായിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ യോഗ ചെയ്യാനായിട്ട് കാണുന്ന ചാനൽ യോഗ വിത്ത് അഡ്രൈൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അതിനകത്ത് വെറൈറ്റി ഓഫ് യോഗാസ് ഉണ്ട്. ബിഗിനേഴ്സിന് പറ്റിയതായാലും ഇത്തിരി കുറച്ചും കൂടെ യോഗ അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, പിന്നെ 30 ഡേ പ്രോഗ്രാം പോലെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നല്ലതാണ് കേട്ടോ ഈ ചാനൽ. യോഗ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതൊന്ന് ചെക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെൽ ഐക്കൺ വരും, അതും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അൻടിൽ ദെൻ ബൈ.